ചപ്പാത്തി കഴിച്ച് മടുത്ത എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കിന്നൊരു നോർത്ത് ഇന്ത്യൻ വിഭവമായ ആലു പൊറോട്ട ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല ഗോതമ്പ് പൊടി എടുക്കുക. പിന്നെ അതിനകത്തേക്ക് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴയ്ക്കുക. നല്ല സ്മൂത്തായിട്ട് വേണം കുഴയ്ക്കാൻ. നല്ലോണം ഓയിലൊക്കെ ഒഴിച്ച് നന്നായി കുഴച്ച് റെഡിയാക്കി മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റാക്കാൻ എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. അത് ചൂടാറി കഴിയുമ്പോൾ അതിൻ്റെ തൊലി പറിച്ച് കളയാൻ നല്ല ഈസി ആയിരിക്കും. തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഉടച്ചെടുക്കുക. ഉടച്ച് ഒട്ടും വലിയ പീസസ് ഇല്ലാതെ ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചെടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ ചെറിയുള്ളിയോ അല്ലെങ്കിൽ സവാള, ഞാനിവിടെ ഒരു 1.5 സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. സവാള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക അല്ലെങ്കിൽ അരച്ച് ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഇടാൻ നല്ലതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, വെജ് മസാലയോ ഗരം മസാലയോ ചാട്ട് മസാലയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ഇടാവുന്നതാണ്. നോർത്ത് ഇന്ത്യൻ മസാലകൾ കയ്യിലുള്ളവർക്കാണെങ്കിൽ അതും ഇടാം കേട്ടോ. ചാട്ട് മസാലയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇടാവുന്നതാണ്. പിന്നെ നമ്മൾ അതിന് ശേഷം ആ ചപ്പാത്തിയുടെ മാവെടുത്ത് ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ചപ്പാത്തികൾ ഉണ്ടാക്കുക. അതിനകത്തേക്ക് നമ്മളിപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചില്ലേ, അത് പരത്തി നല്ല രീതിയിൽ പരത്തി കൊടുക്കുക. പരത്തിയിട്ട് വേറൊരു ചപ്പാത്തി ഇതേ സൈസിലുള്ള ഒരു ചപ്പാത്തി എടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. മുകളിൽ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി പൊടി ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ അതിനകത്ത് തൂവി ഒന്ന് പതുക്കെ നമ്മൾ ക്ഷമയോടെ ഒന്ന് പരത്തി കൊടുക്കുക. ആ ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ നന്നായിട്ട് പരത്തി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് പൊടിയിൽ മുക്കി അത് പരത്തി കൊടുക്കുക. നന്നായി പരത്തി നമുക്കിത് ചപ്പാത്തി ചുടുന്നത് പോലെ ചുട്ടെടുക്കാവുന്നതാണ്. ഇതിനകത്ത് നമ്മൾ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ മസാല പുറത്തേക്ക് വരാതെ വേണം നോക്കാനായിട്ട്. അതിനുശേഷം ദോശക്കല്ലിൽ നമ്മൾ നെയ്യ് തൂവുക. നെയ്യാണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കൂടുതൽ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. വലിയ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അധികം നെയ്യ് ഒഴിക്കാതിരിക്കുക. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിടണം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചപ്പാത്തി അടിയിലുള്ള ചപ്പാത്തി കൂടുതൽ വെന്ത് കരിഞ്ഞു പോകും. അതുകൊണ്ട് മറിച്ചിട്ട് നന്നായി മൊരിച്ചെടുത്ത് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലാണെങ്കിലും ഇങ്ങനൊരു ചപ്പാത്തി ഉണ്ടാക്കി കട്ട് ചെയ്ത് പല പല ഷേപ്പിലാക്കി, ഇപ്പോൾ സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ അങ്ങനെ ഷേപ്പിലാക്കി നമുക്കിത് ഇട്ട് കൊടുത്താൽ കുട്ടികൾക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും എന്താണ് ലഞ്ചിലുള്ളതെന്ന് നോക്കാനായിട്ട്. അങ്ങനെ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, എൻജോയ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്